ന്യൂസ് ബിഗ് ബ്രേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പരാതിയിൽ സംശയമുണ്ടെന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതി. യുവതി പരാതി ഉന്നയിക്കുന്നതിലും കേസെടുക്കുന്നതിലും താമസം നേരിട്ടു. പരാതി സമ്മർദ്ദം മൂലമാണോ എന്നും കോടതിക്ക് സംശയമുണ്ട്. പ്രഥമ ദൃഷ്ടിയാൽ കേസ് നിലനിൽക്കില്ല എന്നും കോടതി വ്യക്തമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യ ഉത്തരവിലാണ് കോടതി ഇക്കാര്യങ്ങൾ പറയുന്നത്. തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ ഉത്തരവിന്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. അനന്തകൃഷ്ണൻ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനന്തൻ, രണ്ടാമത്തെ പരാതി അതീവ ഗൗരവതരമെന്നാണ് നമ്മൾ വിലയിരുത്തിയത്. കാരണം ആ രീതിയിലുള്ള ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആ പരാതിയിൽ ആദ്യം പുറത്തു വന്ന ഇമെയിലിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ കോടതി ചില സംശയങ്ങൾ ചോദിക്കുകയാണ്. അത് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണോ? തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടോ? അനന്തൻ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ രണ്ടാമത്തെ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട മുൻകൂർ ജാമ്യ ഹർജിയുടെ ഉത്തരവ് മാതൃഭൂമി ന്യൂസാണ് പുറത്തുവിട്ടത്. ആ ഉത്തരവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉള്ളത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത് രജിസ്റ്റർ ചെയ്യപ്പെട്ട ബലാത്സംഗ കേസിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ഉത്തരവാണ് ഇപ്പോൾ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത്. ആ ഉത്തരവിൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രോസിക്യൂഷൻ ചമച്ചിരിക്കുന്ന ആ കേസിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ കുറ്റകൃത്യം വ്യക്തമല്ല എന്നുള്ളതാണ്. മാത്രമല്ല, പെൺകുട്ടി ആദ്യം നൽകിയ പരാതിയിലും പിന്നീട് പോലീസിന് നൽകിയ മൊഴിയിലും നിറയെ വൈരുദ്ധ്യമാണെന്നും കോടതി നിരീക്ഷിക്കുന്നു. അതിനൊപ്പം തന്നെ കോടതി കണ്ടെത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അത് ഇങ്ങനെയാണ് വായിക്കുന്നത്. അതായത് with this background, the chance of the complaint being filed under pressure cannot be ruled out എന്നാണ്. അതായത് പ്രോസിക്യൂഷനെതിരെ രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചത് ഇത് രാഷ്ട്രീയ പ്രേരിതമായ പരാതിയാണ് എന്നുള്ളതാണ്. അത് തന്നെ ആ സാധ്യത റൂൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് കോടതി പറയുന്നത്. അപ്പോൾ രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ പുറത്ത് തയ്യാറാക്കിയ പരാതി എന്ന് കോടതി കൂടി സംശയിക്കുകയാണ്. ഏതായാലും കോടതി പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. ഈ മുൻകൂർ ജാമ്യം രാഹുൽ മാങ്കൂട്ടത്തിന് അനുവദിക്കപ്പെട്ടു. അതിന് കാരണമായിട്ട് കോടതി പറയുന്നത് ഈ പെൺകുട്ടി ബലാത്സംഗത്തിനിരയായി എന്ന് പറഞ്ഞതിന് ശേഷം പരാതി നൽകാൻ വൈകിയതുമായി ബന്ധപ്പെട്ട് പലവിധ കാരണങ്ങളാണ് ഈ പരാതിയിലും മൊഴിയിലും പറയുന്നത്. അതിൽ ഒന്ന്, പെൺകുട്ടി പറയുന്നത് താൻ രാഹുൽ മാങ്കൂട്ടത്തിനെയും സുഹൃത്തുക്കളെയും ഭയപ്പെട്ടിരുന്നു, അവരുടെ പ്രതികാരം ഭയന്നിട്ടാണെന്നാണ്. മറ്റൊരിടത്ത് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച് കഴിഞ്ഞതുകൊണ്ടാണ് അങ്ങനെ പരാതി വൈകിയതെന്നാണ്. മറ്റൊരിടത്ത് വീട്ടുകാരെ ഭയന്നിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ പരാതി വൈകിയത് സംബന്ധിച്ച് കൃത്യമായ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കാരണം ബോധിപ്പിക്കാൻ പെൺകുട്ടിക്ക് കഴിയുന്നില്ല. അതിനൊപ്പം തന്നെ ഈ പെൺകുട്ടി പറയുന്നുണ്ട് ബലാത്സംഗം നടന്നതിന് ശേഷം താൻ അവശ്യമായി ശാരീരികമായ മുറിവുകളുണ്ടായി വീട്ടിലെത്തി ചികിത്സ തേടി എന്നുള്ളത് പരാതിയിൽ പറയുന്നു. പക്ഷേ മൊഴിയിൽ വരുമ്പോൾ വീട്ടിലെത്തി ചികിത്സ തേടിയിട്ടില്ല. കാരണം വീട്ടുകാർ അറിയുമെന്ന് ഭയന്ന് അങ്ങനെ ചികിത്സ തേടിയില്ല എന്നാണ് പെൺകുട്ടി പറയുന്നതെന്നാണ്. അതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കോടതി പറയുന്നത്, ഈ റേപ്പ് നടന്നു എന്ന് പറയുന്ന സംഭവത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലും പെൺകുട്ടിയും തമ്മിൽ നിരന്തരം ചാറ്റ് ചെയ്യുന്നുണ്ട്. ആ ചാറ്റുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രണയവും വിവാഹാഭ്യർത്ഥനയും വീണ്ടും കാണാം. അപ്പോൾ ഇരുവരും തമ്മിൽ നല്ല ഒരു ബന്ധം ഇതിന് ശേഷവും തുടർന്നിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇത് റേപ്പ് എന്ന് കൺസിഡർ ചെയ്യാൻ പറ്റുക എന്നുള്ള സംശയം കൂടി കോടതി പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കാരണങ്ങളും എടുത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ആദ്യത്തെ പരാതിയിൽ മുൻകൂർ ജാമ്യം ഇതുവരെ ലഭിച്ചിട്ടില്ല. അറസ്റ്റ് തടയുക മാത്രമേ ഹൈക്കോടതി ചെയ്തിട്ടുള്ളൂ. അത് തിങ്കളാഴ്ചയാണ് പരിഗണിക്കുക. അന്ന് ഈ ആദ്യത്തെ പരാതിയുമായി അതിൽ വിശദമായ വാദം കേൾക്കുന്ന സമയത്ത് രണ്ടാമത്തെ പരാതിയെക്കുറിച്ച് പ്രോസിക്യൂഷൻ അങ്ങോട്ട് പോയി പറഞ്ഞിരുന്നു. ഇപ്പോൾ കോടതി മുന്നോട്ട് വെക്കുന്ന ഈ സംശയങ്ങൾ അത് പ്രതിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാകില്ലേ? തീർച്ചയായിട്ടും. കാരണം അത് ആ കേസിലും സമാനമായ ഒരു വാദമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആ കേസിലും ഒരു മ്യൂച്വൽ ബന്ധത്തിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അത് ബലാത്സംഗമാണ് എന്ന രീതിയിലാണ് കോടതിയിൽ അവതരിപ്പിച്ചതെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദം. ഈ കേസിലും അങ്ങനെ തന്നെയാണ്. ഈ കേസിലും തന്നെ പ്രണയബന്ധം ഉണ്ടായിരുന്നു, പക്ഷേ അത് ബലാത്സംഗമായി ചിത്രീകരിക്കുന്നു. അങ്ങനൊരു പരാതി വന്നത് തന്നെ രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളതാണ്. നേരത്തെ ഉണ്ടായിരുന്ന കേസിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് തന്റെ എതിരെ നിൽക്കുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് ഗൂഢാലോചന നടത്തി ഉണ്ടാക്കിയ കേസ് എന്നുള്ളതാണ് അതിലും വാദം. അപ്പോൾ അത് സംബന്ധിച്ചുള്ള വാദമാണ് ഇപ്പോൾ ഹൈക്കോടതി ഇനി കേൾക്കാൻ പോകുന്നത്. അതിനു മുൻപ് തന്നെ ഈ രണ്ടാമത്തെ കേസിൽ, അതായത് ആ കേസിൽ ഏത് കോടതിയാണോ, അതായത് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് എസ് നസീറയാണ് ആ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. അതേ ജഡ്ജ് തന്നെയാണ് ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യം നൽകുകയും അതിനൊപ്പം തന്നെ ഇത്രയും അനുകൂലമായ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുന്നത്. അതായത് കേസിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഉത്തരവും പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ രണ്ടും ഒരേ കോടതിയാണ് പരിഹരിച്ചത് എന്നുള്ളതും ഗൗരവതരമാണ്. അപ്പോൾ അതേ കോടതി നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ നിരസിച്ചത് സംബന്ധിച്ചാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഒരു അപ്പീൽ നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ. ഇതേ കോടതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നത്. അതിലാണ് ഹൈക്കോടതിയിലേക്ക് അപ്പീൽ നൽകാൻ പോകുന്നത്. അപ്പോൾ ഒരേ ജഡ്ജിന്റെ രണ്ട് വിധിന്യായങ്ങളാണ് ഇപ്പോൾ ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ രണ്ട് കേസുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാൻ പോകുന്നത്.
ശരി, ആർ അനന്തകൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ആശ്വാസ ദിവസം തന്നെയാണ്, ആശ്വാസ ബുധൻ തന്നെയാണ്. ഒരു ഭാഗത്ത് മുൻകൂർ ജാമ്യം ലഭിക്കുന്നു, മറുഭാഗത്ത് ആ പരാതിയിൽ ആ ആരോപണത്തെ തന്നെ ചോദ്യം ചെയ്യുകയാണ് സെഷൻസ് കോടതി. ആ പരാതിക്ക് പിന്നിൽ സമ്മർദ്ദമുണ്ടോ എന്ന് കോടതി സംശയിക്കുകയാണ്. പരാതിക്കാരിയുടെ മൊഴിയിലും വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് കോടതി കണ്ടെത്തുകയാണ്. അപ്പോൾ ഹൈക്കോടതി തിങ്കളാഴ്ച ആദ്യത്തെ പരാതിയിലെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഈ സെഷൻസ് കോടതി മുന്നോട്ട് വെക്കുന്ന ഈ സംശയങ്ങൾ കൂടി പരിഗണിക്കും. അങ്ങനെയാണെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിരിക്കും.